വിദേശത്തൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് നാട്ടിലൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കിയിടുക. നല്ലൊരു സ്ഥിര വരുമാനം നേരത്തെയൊക്കെ ഞാനൊക്കെ വിദേശത്തായിരുന്ന കാലത്ത് നമ്മൾ അന്നത്തെ സ്ഥിര വരുമാനമായിട്ട് കണക്കാക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ്. 250 രൂപ 300 രൂപയൊക്കെ റബ്ബറിന് വില ഉണ്ടായിരുന്നൊരു സമയത്ത് ഒരു 2 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടെങ്കിൽ അത് മതി ജീവിക്കാൻ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്നാണ് റബ്ബറിന്റെ വില താഴെ പോയത്. അപ്പോൾ ഇപ്പൊ വീണ്ടും റബ്ബറിനൊക്കെ വില കയറി വരുന്നുണ്ട്. എങ്കിൽ പോലും വർഷങ്ങളായിട്ട് കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് റബ്ബറിന് 100 രൂപ 120 രൂപ 70 രൂപയൊക്കെ വിലയായിട്ട് കയറി ഇറങ്ങിയൊക്കെ നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളിലാണ്. കൃഷി നല്ലതാണ് എങ്കിൽ പോലും കൃഷിയിൽ നിന്നൊരു സ്ഥിര വരുമാനം അതിന്റെ വില സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പോൾ നമുക്ക് ഇവിടെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് NRIs ഒക്കെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊൻകുന്നം ടൗണിലാണ്. പൊൻകുന്നം ടൗണിൽ തന്നെ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഇന്ന് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. 43 സെന്റ് സ്ഥലമുള്ള നല്ലൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി 4 കോടി രൂപ ചോദിക്കുന്നു. ഫ്രണ്ട് സൈഡില് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു 8 ഷട്ടറോളം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതെല്ലാം റെന്റ് ഔട്ടാണ്. അതിനൊക്കെ നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയും കൂടുതൽ ഷട്ടറുകളും അപ്പാർട്ട്മെന്റുകൾ പോലെയും ഒക്കെ പണിയാൻ പറ്റുന്ന രീതിയിൽ നല്ല കുറേ ഏരിയ ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ ഒരു പഴയ വീടുണ്ട് അവർ താമസിച്ചിട്ടിരിക്കുന്ന ആ വീട് എല്ലാം കൂടി വീട് കണക്കാക്കണ്ട. ഈ ഫ്രണ്ടിലിരിക്കുന്ന പ്രോപ്പർട്ടി ഷട്ടർ അതുപോലെ തന്നെ ബാക്കിലേക്ക് കിടക്കുന്ന സ്ഥലം എല്ലാത്തിനും കൂടി 4 കോടി രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ പ്രോപ്പർട്ടിയുടെ ലിസ്റ്റിലേക്ക് പോകാം. ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഫാമിലി പ്രോപ്പർട്ടി ആയിട്ട് തന്നെ വർഷങ്ങളായിട്ട് നമുക്ക് മുന്നേറൊന്നും കാണേണ്ട കാര്യം പോലില്ല. അത്രയും വർഷങ്ങളായിട്ട് ഫാമിലി പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ വിളിക്കാൻ മറക്കരുത് മീനച്ചിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക്. പൊൻകുന്നം ടൗണിന് നടുക്ക്, അതായത് പൊൻകുന്നം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ നിൽക്കുക. മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നമ്മൾ ഇന്ന് പൊൻകുന്നം ടൗണിലൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുക. കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾ അധികം ലിസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിലൊന്നും അധികം ലിസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ കൂടുതലും വീടുകളിലേക്കാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നമ്മളിന്ന് കാണിക്കുകയാണ്. 8-9 ഷട്ടറുകളുള്ള ഒരു ബിൽഡിങ്ങാണ് ഏറ്റവും ഫ്രണ്ടിലിരിക്കുക. 43 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനോടൊപ്പം തന്നെ വേറെയും ഒരു 15 സെൻറ്റോളം കിട്ടാനുമുണ്ട്. ഇതൊരു പ്രൈവറ്റ് റോഡാണ്. ഈ പ്രൈവറ്റ് റോഡിൻ്റെ വലതുവശത്ത് കിടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി. അതിനോട് ചേർന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി കൂടി ഇവരുടെ തന്നെ കുടുംബത്തിൽപ്പെട്ടവരുടെയാണ്. ആ പ്രോപ്പർട്ടി കൂടി ഒരു 15 സെൻറ്റോളമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ 10-60-65 സെൻറ്റൊക്കെ സ്ഥലമൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബിൽഡിങ് ഏറ്റവും ഫ്രണ്ടിലെ കെട്ടിടമായിട്ടിരിക്കുന്നു. അതിനോട് ചേർന്ന് ഇവിടെ അകത്തേക്ക് നമുക്ക് അപ്പാർട്ട്മെൻറ്റുകൾ പോലെയോ അങ്ങനെയൊക്കെ പണിയാവുന്ന രീതിയിലുള്ള നല്ല ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ഒരു നീളത്തിൽ ആണ് കിടക്കുന്നത്. നമുക്ക് അപ്പാർട്ട്മെൻറ്റുകളോ ബിൽഡിങ്ങുകളൊക്കെ പണിയാൻ പാകത്തിന് കറക്റ്റായിട്ട് അത് പ്ലാൻ ചെയ്ത് മുറിച്ചതുപോലെ ആണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു വീട് കാണാം. ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ആ വീട് കണക്ക് കൂട്ടണ്ട. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും, ഈ വീടല്ല, ഈ ഫ്രണ്ടിലിരിക്കുന്ന പ്രോപ്പർട്ടി കെട്ടിടത്തിനും സ്ഥലത്തിനും എല്ലാത്തിനും കൂടി ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 4 കോടി രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഒരു സ്ഥിതിയും രീതികളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നി ചോദിക്കുന്ന വില ഒട്ടും കൂടുതലല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി വരുന്ന സ്ഥലം. ഇവിടം വരെയാണ്. ഇത് ഈ അങ്ങേയറ്റത്ത് കാണുന്ന വീടിൻ്റെ ആ മതിൽ വരെയാണ് സ്ഥലം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ആദ്യമേ പ്രോപ്പർട്ടി കണ്ടപ്പോൾ തന്നെ ആ ഫ്രണ്ടിലിരിക്കുന്ന കെട്ടിടം ഒന്നുകൂടി വലുതാക്കി ബാക്കിലേക്ക് ചേർത്ത് എടുക്കുകയും ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റുകൾ പോലെ പണിതിട്ടാൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെൻറ്റുകളായിട്ട് പണിതിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അപ്പാർട്ട്മെൻറ്റുകളായിട്ട് നമുക്ക് വാടകയ്ക്ക് നല്ല രീതിയിൽ പോകുന്നതാണ്. അങ്ങനെ നല്ലൊരു വരുമാനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് 4 കോടി രൂപ ചോദിക്കുക മാത്രം. നെഗോഷ്യബിളായിട്ടുള്ള അടിപൊളി പ്രോപ്പർട്ടി നിങ്ങൾക്കും സ്വന്തമാക്കാം. പ്രോപ്പർട്ടി ലീഗലെല്ലാം പക്കയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.